അങ്ങനെ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോയി ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. പാലായിലുള്ള ഗുഡ്വിൽ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കടയിൽ കയറിയപ്പോൾ ലിജോയും ജോക്കൂട്ടനും ഒക്കെ ആ ഒരു കാറിൻ്റെ സെക്ഷനിലോട്ടാണ് അവർ ആദ്യം പോയത്. സാറയ്ക്ക് പക്ഷേ കാറുകളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് ഇതുപോലത്തെ ഹെയർ ക്ലിപ്സോ ഹെയർ ബാൻഡ്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് വന്നു. ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഇവിടെ കണ്ടപ്പോൾ സാറയ്ക്ക് ഇതിൽ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ സാറയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് ഹെയർ ക്ലിപ്സും ഹെയർ ബാൻഡ്സും ഒക്കെ എടുത്തു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് വെറൈറ്റി പെൻസിൽ ബോക്സസ് കണ്ടു. പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ തന്നെ പെൻസിൽ ബോക്സ് എടുത്തുകൊണ്ട് സാറ അതൊന്നും എടുത്തില്ല. കോസ്മെറ്റിക്സിൻ്റെയും ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ കോസ്മെറ്റിക്സ് ഒന്നും സാറയ്ക്ക് അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഒരു സെക്ഷനും അവൾ നോക്കിയില്ല. പിന്നെ ഇതുപോലത്തെ കുറേ മാലയും വളയൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിനകത്ത് 2-3 വെറൈറ്റി മാല അവൾ നോക്കി. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. നെയിൽ പോളിഷിൻ്റെ വലിയൊരു ആരാധികയാണ് സാറ. അതുകൊണ്ട് തന്നെ പല വെറൈറ്റിയും പല കളേഴ്സിലുള്ള നെയിൽ പോളിഷ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിവസം അത് തന്നെ മാറ്റി കയ്യിലിടാനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നെയിൽ പോളിഷ് ഞങ്ങൾ സെലക്ട് ചെയ്യുമായിരുന്നു. നെയിൽ പോളിഷ് വാങ്ങിക്കുന്നതിൻ്റെ ഗുണങ്ങളുമുണ്ട്. വീട്ടിൽ അന്നയും സാറയും ഉള്ളതുകൊണ്ട് മാറി മാറി നെയിൽ പോളിഷ് ഇടാം. അവരുടെ കൂട്ടത്തിൽ എനിക്കും മാറി നെയിൽ പോളിഷ് ഇടാം. അങ്ങനെ ഈ ഒരു 2 ഷെയ്ഡാണ് തിരഞ്ഞെടുത്തത്. പിന്നെ വീട്ടിൽ ചെല്ലുമ്പം അന്നമോളും സാറയും തമ്മിലുള്ള വഴക്കൊഴിവാക്കാനും ഒരു നെയിൽ പോളിഷ് എടുക്കുന്നത് നല്ലതായിരുന്നു. പിന്നെ ഈ ഒരു പേപ്പർ സോപ്പ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജോക്കൂട്ടൻ ഈ ഒരു ബാറ്റൊക്കെ ആയിട്ട് വന്നത്. സാറയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ രീതിയെങ്കിലും അവൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ മനസ്സിലായില്ല ആ ബാറ്റ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത് മിക്കവാറും അവനായിരിക്കും എന്ന്. സാറയുടെ പൊക്കത്തിനുള്ള ഒരു ബാറ്റാണ്, സാറയ്ക്ക് ബാറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അവൻ ആ ബാറ്റും ബോളും സാറേനെ കൊണ്ട് മേടിപ്പിച്ചു. അങ്ങനെ കട മുഴുവനും ചുറ്റിക്കണ്ട് സാറയുടെ കയ്യിലെ കാശ് തീരാറായി എന്നൊക്കെ മനസ്സിലായപ്പോൾ ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ചു. ബില്ലടിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ് ബോക്സും കൂടെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ക്രയോൺസും വാട്ടർ കളറും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ബോക്സാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിങ്ക് ബോക്സ് കാണുമ്പോൾ സാറയ്ക്ക് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വർഷമായിട്ട് സാറ സമ്പാദിച്ച പൈസയും കൊണ്ട് ഷോപ്പിങ്ങിന് വന്നെങ്കിലും സാറ അന്നമോൾക്കും ജോക്കൂട്ടനും ഓരോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഗുഡ്വിൻ ലേഡീസ് കളക്ഷനിൽ നിന്നായിരുന്നു ഞങ്ങൾ ഈ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഐസ്ക്രീം കട കണ്ടു. അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സാറ ഐസ്ക്രീം മേടിച്ചു തന്നു. പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം.